dear students, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. I am here with the paper Managerial Economics, which is a co-paper for BCom Tax Procedure and Practices students under Kerala University. This is the 11th lecture of the series. In this lecture, we are discussing about the basic economic tools in Managerial Economics, Part 2. It's a continuation of Lecture 10. Let us discuss. Third concept is time perspective concept. The economic concepts of the long run and the short run have become part everyday language. Short run refers to a period which is not sufficient to change all the factors of production. In short run, the supply of some factors of production remains fixed and some others remain variable. ടൈം പെർസ്പെക്റ്റീവ് കോൺസെപ്റ്റിൽ പറയുന്നത് എക്കണോമിക് കോൺസെപ്റ്റ് ഓഫ് ലോങ് റണ്ണും ഷോർട്ട് റണ്ണും എവറി ഡേയിൽ പാർട്ടാവുന്നത് എങ്ങനെയാണ്. ഷോർട്ട് റൺ എന്ന് പറയുകയാണ് എങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്യാത്ത പീരീഡാണ് ഷോർട്ട് റൺ. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ചേഞ്ച് ചെയ്യാത്ത പീരീഡാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ഷോർട്ട് റണ്ണിൽ ചില ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, ചിലതിൻ്റെത് വേരിയബിൾ ആയിരിക്കും. എനി ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഇൻ ദ പീരീഡ് ഈസ് പോസിബിൾ ഓൺലി ബൈ ഇൻക്രീസിങ് ദ വേരിയബിൾ ഫാക്ടേഴ്സ്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വേരിയബിൾ ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്തിരിക്കണം. അതുപോലെ ആസ് ദ ഫിക്സഡ് ഫാക്ടർ കനോട്ട് ബി ഇൻക്രീസ്ഡ്, increase in output is attained by putting the fixed factor to more intense use. അതുപോലെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത് പോലെ ഫിക്സഡ് ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുകയില്ല. ഇൻ ലോങ് റൺ ഈസ് എ പീരീഡ് സഫിഷ്യൻറ്റ് ടു വേരി ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വേരി ചെയ്യുന്ന പീരീഡാണ് ലോങ് റൺ. ലോങ് റൺ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫാക്ടേഴ്സും എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ്റെ എല്ലാ ഫാക്ടേഴ്സും വേരി ചെയ്യും, ചേഞ്ച് ചെയ്യും. സോ ഇൻ ദ ലോങ് റൺ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ വേരിയബിൾ. ദസ് ഇൻ ദ ലോങ് റൺ ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ദ സ്കെയിൽ ഓഫ് ഇൻപുട്സ്, സൈസ് ഓഫ് ദ ഫേം, എക്സെട്ര. The effect of policy decisions on cost and revenues in the light of these time distinction must be considered when business decisions are taken. ലോങ് റണ്ണിൽ ഇൻപുട്ടിൻ്റെ സ്കെയിലിൻ്റെ ഇൻക്രീസ് അനുസരിച്ചും ഫേമിൻ്റെ സൈസിൻ്റെ ഇൻക്രീസ് അനുസരിച്ചും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. സോ മാനേജറിയൽ എക്കണോമിസ്റ്റ് ആർ ഓൾസോ കൺസേൺഡ് വിത്ത് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ എഫക്ട്സ് ഓഫ് ഡിസിഷൻസ് ഓർ റവന്യൂ ആസ് വെൽ ആസ് ദ കോസ്റ്റ്. മാനേജറിയൽ എക്കണോമിസ്റ്റ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഷോർട്ട് റണ്ണിനെയും ലോങ് റണ്ണിനെയും കൺസിഡർ ചെയ്യണം. അത് റവന്യൂവിൽ ഉണ്ടാകുന്ന ഡിസിഷൻ ആയാലും കോസ്റ്റിലുണ്ടാകുന്ന ഡിസിഷൻ ആയാലും ഷോർട്ട് റണ്ണിലും കൺസിഡർ ചെയ്യണം, ലോങ് റണ്ണിലും കൺസിഡർ ചെയ്യണം. ദെൻ ദ നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് ടൈം വാല്യൂ ഓഫ് മണി. This concept is useful in taking investment decisions. Different investment opportunities are compared by converting their cost and revenues into present values at appropriate discounting rates. ടൈം വാല്യൂ ഓഫ് മണി കൺസെപ്റ്റ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ യൂസ്ഫുൾ ആവുന്ന കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമ്മൾ അവരുടെ കോസ്റ്റും റവന്യൂവും കമ്പയർ ചെയ്യുക, പ്രസൻറ്റ് വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്യുക അറ്റ് അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ടിങ് റേറ്റിൽ. സോ 1 rupee റിസീവ്ഡ് ടുമാറോ ഈസ് വർത്ത്ലെസ് ദാൻ എ റുപ്പി റിസീവ്ഡ് ടുഡേ. ഇന്ന് റിസീവ് ചെയ്യുന്ന 1 രൂപയുടെ വാല്യൂ നാളെയാണ് അത് റിസീവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുകയില്ല. ദിസ് കൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. Amounts received at different periods cannot be treated alike. ഡിഫറെൻറ്റ് പീരീഡിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടുകളെല്ലാം ഒരേപോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാനേ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്ന അൺസർട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ അതിൻ്റെ എമൗണ്ടിൻ്റെ വാല്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്യും.
ഇന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന ₹1 നമ്മളത് റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്, ഇന്ന് തന്നെ അതിനെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്കതിൽ നിന്നും അഡീഷണൽ മണി ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ദിസ് കൺസെപ്റ്റ് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വെൻ ഡിസിഷൻസ് ആർ ടേക്കൺ. വിച്ച് ടൈപ്പ് ഓഫ് ഡിസിഷൻസ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ടേക്കിംഗ്, യൂസ്ഫുൾ ഇൻ ടേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് decisions. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.